എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തമിഴ്നാട് സമിതിയുടെയും വനിതാ വേദിയുടെയും ഭാരവാഹികൾക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടാമതായി ആമുഖം പറഞ്ഞിട്ടുള്ള തമിഴ്നാട് സമിതിയുടെ പ്രസിഡന്റ് വേണുവിനും സ്വാഗതം ചെയ്യുന്നു. മൂന്നാമതായി രാമായണ പാരായണത്തിന്റെ സംഘാടക സമിതി ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു. നാലാമതായി ഇന്ന് നമ്മൾ സന്ദേശങ്ങൾ നൽകുന്ന പ്രഭാകരൻ മാസ്റ്ററെയും സ്വാഗതം ചെയ്യുന്നു. അഞ്ചാമതായി പാരായണം ചെയ്യുന്നവർ ദേവകി കർക്കപ്പുര, കമല കർക്കപ്പുര എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ആറാമതായി നന്ദി പറയാൻ ഇരിക്കുന്ന സതീഷ് കുമാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഏഴാമതായി ഒപ്പം ശ്ലോകം ചെയ്യാൻ ഇരിക്കുന്ന സുനിത ജയ്സൺ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. എട്ടാമതായി പാരായണം ചെയ്യുന്നതിന് കമലയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചോളൂ. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചതാ രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷാവന്നീടുകന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടാകരന്തമറിയിച്ചടവസ്ഥകൾ മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിതാ ഗ്രാമാവോക്കോ ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. ആരോഗവും വെച്ചു പൂജിച്ചാനരന്തം സേതസാരാമിനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടു മാതു ജനത്തോടു മാതരാപൂർവം ജടാവൽക്കലം കൊണ്ടു മൂലാഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു. മാരുതിയും ബഹുമാനിച്ചതേറ്റവും മാരുതമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നോ കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നോ മധുരനം മാറോ ചൊല്ലിതിനാൽ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണേ അഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാൽഭജൻ തന്നോടു മാതരാവേറും പ്ലവകഫലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോഫലം തന്നോടും പുഷ്പകമാം വിമാനത്തിലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാകി വന്ദിനാകിയ രാഘവനെ കണ്ടു വന്നിച്ചു മാനവേ ചോകവും തീർന്നോദിക്കാവിനിത്തിരം ഉത്തമകന്യാഭരതകുമാരനും ബദ്ധതമ്പോധം മൂർച്ഛിതനായി വീണു. ഭക്തരാമസ്വസ്ഥനായ നേരം പുനഃത്തായ പാടമാലിംഗനം ചെയ്തു. മാനവാവിരാശി മുദാപര മന്ദാഭിഷേകം ചെയ്തു. ദേവോത്തമനോ നരോത്തമനോ ഭവ ദേവമേ പുത്രയോടും ഇത്തവാക്യം ചൊന്നതീനുരൂപനായി തൊറ്റരുവതീനുള്ള മറ്റേതുവേ ശോകം മതീയം കളഞ്ഞ ഭവാൻ ഞാൻ ലോകം മഹാമേരുതകം ദൈവം തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും തുല്യടോ രാമകീർത്തനം സൗഖ്യം. മാനവനാഥനോ അയന്മാരോടു കാലനെ സംഗമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടവർ എങ്ങനെ ാനാദിവേനാകിയ രാവൺ ഇത്തരം ചോദിച്ച രാമകുമാരനോ ഉത്തരം മാറുത്തരം ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളീ ചിത്രകൂടാതര തിങ്കളിൽ മാതേ കടന്നു കഴിഞ്ഞാൽ ആദിയായെന്നോളമുള്ളോരവസ്ഥകൾ സാദരമുൾക്കൊണ്ടോ കൊണ്ട് ഞാൻ ഒന്നൊഴിയാതെ കേട്ടിടുക വന്നുപോകും ദുഃഖ വിനാശം
എന്നു പറഞ്ഞറിയിച്ചാനകിലവും വന്നവൻ തൻ ചരിത്രം പവിത്രം ചതുർമിത്രവാദ്യമാത്യാവർഗവും ചിത്തം വിത്തമെന്നോർത്തുകൊണ്ടിരുന്നാർ. നമസ്കാരം. നമുക്ക് സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ പ്രഭാര മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമോ നാരായണായ. രാമരാമ. ഇന്ന് ഈ ഓൺലൈൻ രാമായണ പാരായണത്തിന് എല്ലാവിധ സഹകരണവും നൽകി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തമിഴ്നാട് സമിതി ഭാരവാഹികളെ, അതുപോലെ വനിതാ വേദി ഭാരവാഹികളെ, നമുക്കിവിടെ ആമുഖ പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വേണു അവരുടെ, ഈ ഓൺലൈൻ പാരായണത്തിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ വിജയൻ ചെറുകുന്ന്, ശിവദാസൻ, രാജേഷ്, മറ്റ് സാങ്കേതിക പ്രവർത്തകരും മറ്റും ഇന്നത്തെ രാമായണ പാരായണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി ദേവകി കർക്കപ്പുര, ശ്രീമതി കമല കർക്കപ്പുര, ഇന്ന് സ്വാഗതമരുളിയ ശ്രീ രാഘവൻ കർക്കപ്പുര, നന്ദി പറയാൻ ഇരിക്കുന്ന ശ്രീ സതീഷ് കുമാർ ചോലാടി, ശ്ലോകം അവതരിപ്പിക്കാൻ ഇരിക്കുന്ന ശ്രീമതി സുനിത ജയസൻ, അത് മാത്രമല്ല ഈ പരിപാടി കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സമുദായ അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ ഓൺലൈൻ രാമായണ പരിപാടി ഇന്ന് 31-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അവസാനത്തെ ദിവസം. എന്തുകൊണ്ടും ഒരുപാട് പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയാണ്. വളരെയേറെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിൽ ഒരു സന്ദേശം നൽകാൻ എനിക്ക് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കടമ്പിലേക്ക് കടക്കട്ടെ. ഇന്ന് അവസാനത്തെ ദിവസമാണ്. രാമായണത്തിന്റെ അവസാന ഭാഗം, അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞു. യുദ്ധമൊക്കെ കഴിഞ്ഞ് ശ്രീരാമാദികള് അയോധ്യയിലേക്ക് മടങ്ങുന്ന ആ ഭാഗമാണ് ഇപ്പോൾ എനിക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുവായ ചില കാര്യങ്ങളും സന്ദേശങ്ങളും ഞാനിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ യുദ്ധാനന്തരം നമ്മൾ സീതാദേവിയൊക്കെ സ്വീകരിക്കുകയും അതിനുശേഷം അയോധ്യയിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഈ സമയത്ത് നമ്മുടെ വിഭീഷണൻ പറയുന്നു, വിഭീഷണൻ ആരാണ്? രാക്ഷസ വംശത്തിൽ പറഞ്ഞ ആളാണ്, രാവണന്റെ സഹോദരനാണ്. പക്ഷേ രാമനോട് പരമഭക്തനാണ്. അദ്ദേഹം തൻ്റെ ആതിഥ്യം സ്വീകരിക്കണമെന്ന് ശ്രീരാമൻ ആദികളോട് പറയുകയാണ്. മംഗല സ്നാനം ചെയ്ത് വിരുന്നും സൽക്കാരവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയാണ് വിഭീഷണൻ. അപ്പോൾ ശ്രീരാമൻ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനുജൻ ഭരതൻ നന്ദിഗ്രാമത്തിൽ എന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മരവരിയൊക്കെ ധരിച്ച് എൻ്റെ പാദുകങ്ങൾ പൂജിച്ചുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 14 വർഷം കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നാണ് ഭരതന് കൊടുത്ത വാക്ക്. ആ വാക്ക് തെറ്റിക്കാൻ പറ്റൂല. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ, ഈ ആതിഥ്യം സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, ഭരതനെ കൂടാതെ ഞാൻ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുകയോ അവിടെ വസിക്കുകയോ ഭോജനങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യയില്ല. അതുകൊണ്ട് എനിക്ക് പകരമായിട്ട് സുഗ്രീവാദികളെ, ഈ വാനരന്മാരെ നിങ്ങൾ സ്വീകരിക്കുക, അവർക്ക് വേണ്ടുന്ന ആതിഥ്യ മര്യാദകളെല്ലാം ചെയ്യുക. എങ്കിൽ അതെനിക്ക് പ്രീതിയായി തീരും. അവർക്ക് കൊടുക്കുന്ന ആ ആതിഥ്യ മര്യാദ ഞാൻ സ്വീകരിക്കുന്നത് തുല്യമാണ്. അങ്ങനെയാണ് ശ്രീരാമന് കൊടുത്ത മറുപടി. അതില് വിഭീഷണൻ പ്രീതി പൂണ്ട് ഈ വാനരന്മാരെയും സുഗ്രീവാദികളെയൊക്കെ സൽക്കരിക്കുകയും ആ സൽക്കാരത്തിന് ശേഷം വേഗം തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു.
അതിനുശേഷം വിഭീഷണൻ പറയുന്നു, നമുക്ക് അയോധ്യയിലേക്ക് തിരിക്കാൻ പുഷ്പക വിമാനമുണ്ട്, ആ പുഷ്പക വിമാനത്തിൽ പോകാമെന്ന് പറയും. ആയിക്കോട്ടെ, പുഷ്പക വിമാനത്തിൽ പോയേക്കാം എന്ന് പറഞ്ഞ് ആ പുഷ്പവിമാനം സ്മരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ അവിടെ എത്തിച്ചേരുകയും അങ്ങനെ അവർ പുഷ്പക വിമാനത്തിൽ കയറി ചെല്ലുകയാണ്. അങ്ങനെ പുഷ്പവിമാനത്തിൽ ശ്രീരാമൻ കയറുകയും തന്റെ മടിയിൽ സീതയെ ഇരുത്തുകയും അവിടെ നിന്ന് കാഴ്ചകൾ ഓരോന്ന് കാണിച്ച് പറയുകയും ചെയ്യാണ്. നമ്മൾ ട്രെയിനിലോ പ്ലെയിനിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം വിവരിച്ചു കൊടുക്കുമല്ലോ, അതേ പ്രതീതിയാണ് അതിന്റെ ആ കാഴ്ചകൾ വിവരിക്കുന്നത് കേട്ടാൽ. ഇപ്പോൾ അതായത് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പ്രതീതി തന്നെയാണ്, പുഷ്പവിമാനവും പ്ലെയിൻ തന്നെയാണ്. അതിലിരുന്ന് ആദ്യമായി പറയുന്നത് ഈ പർവ്വതത്തിന്റെ മുകളിൽ തെക്കേ അറ്റത്ത് ഇതാ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു കൊട്ടാരമാണ്, ഒരു നഗരമാണ് ലങ്കാ നഗരം. ആ ലങ്കാ നഗരത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അശോകവനി ചിംസഭ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആണ് നീ ഇത്രയും കാലം താമസിച്ചത്. ഒരു ചെറിയ ഭാഗം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എത്ര മനോഹരമായ നഗരമാണ് ഇതൊന്ന് കണ്ടു കാണും. അതിനുശേഷം മറ്റൊരു വിവരണം നടത്തുകയാണ്. ഇതാ കാണുന്നത് ചോര കൊണ്ട് ചളിക്കളമായിരിക്കുന്ന ഒരു സ്ഥലം കണ്ടു. ആ സ്ഥലം ഞങ്ങൾ പോരാടിയ യുദ്ധക്കളമാണ്. അത് ആ കാണുന്ന സ്ഥലമാണ് ഞാൻ രാവണനെയും കുംഭകർണനെയും മഹാരാഷ്ട്രനെയൊക്കെ വധിച്ച സ്ഥലം. അത് അതിന്റെ അടുത്തതായിട്ട് കാണുന്ന ആ സ്ഥലമാണ് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെയും അധികാരിയെയൊക്കെ വധിച്ച സ്ഥലം. അതാ അതിന്റെ അപ്പുറം നോക്കൂ, ചോരയെല്ലാം പരന്നു കിടക്കുന്ന ചെളിക്കളമായിരിക്കുന്ന ആ സ്ഥലം നോക്കൂ. അത് വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടത്തി അങ്ങനെ വികൃതമായിരിക്കുന്ന സ്ഥലമാണ്. അവിടെ രക്തം, എല്ല്, മാംസം എന്നിവയൊക്കെ ചിതറിക്കിടക്കുകയാണ്. അങ്ങനെ ആ വിവരണത്തോടു കൂടി അവര് ഏകദേശം കടലിലേക്ക് എത്തുകയാണ്. കടലിലേക്ക് എത്തിയപ്പോൾ ആ പാലം കണ്ടോ? ഈ പാലം നിർമ്മിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഈ വാനരന്മാരാണ്. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴൊക്കെ നമ്മൾ എഞ്ചിനീയർമാരാണല്ലോ പാലം നിർമ്മിക്കുന്നതിന് അടിസ്ഥാനപ്പെടുന്നത്. എന്നാൽ അന്നും ഉണ്ടായിരുന്ന എഞ്ചിനീയർമാർ, അതായത് വിശ്വകർമാവ്. ആ വിശ്വകർമാവിന്റെ മകനാണ് നളൻ എന്ന വാനരൻ. ആ വാനരന്റെ നേതൃത്വത്തിലാണ് ഈ പാലം പണി കഴിപ്പിച്ചത്. സേതുബന്ധനം നടത്തി പാലം പണി കഴിപ്പിച്ചു. രാമസേതു എന്ന് പറയുന്നത്. ഇത് മഹത്തായ ഒരു തീർത്ഥമാണ്, പഞ്ചതീർത്ഥം എന്ന് പറയാം അതിന് വേണമെങ്കിൽ. ഇതിന് ഈ തീർത്ഥം ഇവിടെ ഈ തീർത്ഥം ദർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഞ്ചമഹാപാപങ്ങളും ഒഴിഞ്ഞു പോകും എന്നാണ് ശ്രീരാമൻ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഈ സേതുബന്ധം കണ്ട് പ്രാർത്ഥിച്ചു പോകണമെന്നാണ്. പഞ്ചമഹാപാപങ്ങളും ഒഴിഞ്ഞു പോകും. അതിനുശേഷം പറയുന്നു, ഇതാ അതിന്റെ അപ്പുറം കണ്ടോ, ഇതാണ് രാമേശ്വരം. ഈ രാമേശ്വരത്തിൽ വെച്ചാണ് ഞാൻ ഭഗവാൻ ശ്രീ പരമേശ്വരനെ, അതായത് സർപ്പഭൂഷിതനായ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചത്. ആ ക്ഷേത്രമാണ് ഇന്നും നമുക്ക് രാമേശ്വരമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ പോകുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്ന രാമേശ്വരം യഥാർത്ഥത്തില് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. അതിനുശേഷം പറയുന്നത്, ഞാൻ ഇവിടെ വെച്ചാണ് വിഭീഷണന് അഭയം കൊടുത്തത്. എന്റെ അടുത്ത് അഭയം ചോദിച്ചു വന്ന വിഭീഷണന് ഇവിടെ വെച്ചാണ് ഞാൻ അഭയം കൊടുത്തത്. എന്റെ ഭക്തനായ അദ്ദേഹം എന്റെ സന്തത സഹചാരിയായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു കാര്യം, ഈ വിമാനത്തില് എല്ലാവരും ഉണ്ട്, വിഭീഷണൻ അടക്കം. നേരത്തെ ശ്രീരാമൻ പറയുന്നു, ഞങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ പറയുന്നു, ഞങ്ങളെ കൂടി കൊണ്ടുപോകണമെന്ന്. ഞങ്ങൾക്ക് അങ്ങയുടെ മാതാക്കളെയും അതുപോലെ തന്നെ അവിടെയുള്ള പൗരജനങ്ങളെയൊക്കെ കാണണം. അത് മാത്രമല്ല, അങ്ങേക്ക് അഭിഷേകം ചെയ്യുന്നതും കണ്ട് നിർവൃതി അടയണം. തീർച്ചയായിട്ടും ഞങ്ങളെ കൂടി കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ
സന്തോഷപൂർവ്വം അദ്ദേഹം അവരെ സ്വീകരിച്ചു. അങ്ങനെ അവരും കൂടെ ഈ വിമാനത്തിലുണ്ട്. അങ്ങനെ അടുത്തതായി വിഭീഷണൻ ഇവിടെ വെച്ചാണ് ഞാൻ അഭയം കൊടുത്തത്. അതിനുശേഷം ആ വിമാനത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന സമയത്ത് അതാ കാണുന്നത് കിഷ്കിന്ധയാണ്. കിഷ്കിന്ധ എന്ന് പറയുന്നത് വാനരന്മാരുടെ നഗരിയാണ്. ഇവിടെയാണ് സുഗ്രീവാദികളെല്ലാം വസിച്ചിരുന്നത് സന്തോഷത്തോടു കൂടി. ഇവിടെ വെച്ചാണ് ഞാനും സുഗ്രീവനും തമ്മിൽ സഖ്യത്തിൽ ഏർപ്പെടുന്നത്. അത് മാത്രമല്ല, ബാല്യവധവും നടന്നത് ഇവിടെയാണ്. ഇതിനടുത്താണ് ഋഷ്യമുഖാചലം. അവിടെയാണ് ബാലിക്ക് കയറി ചെല്ലാൻ കഴിയാത്തത്. ശാപം മൂലം കയറി ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ പ്രാന്തപ്രദേശത്തിലാണ് ഞാൻ ബാലിയെ വധിച്ചത്. ബാലിയെ വധിച്ചതിന് പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളല്ല, പലരും രാമനെ പുച്ഛിക്കുന്നുണ്ടാവും, ഭത്സിക്കുന്നുണ്ടാവാം. കാരണം മറഞ്ഞു നിന്നാണ് വൃക്ഷത്തിന്റെ മറവിൽ മറഞ്ഞു നിന്നാണ് ബാലിയെ വധിച്ചത്. അതിന് പലരും പല പരാതികളൊക്കെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ. പക്ഷെ അതിനുവേണ്ടി ഇപ്പൊ ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അത് നമുക്ക് പിന്നീട് ഒരിക്കലാവാം. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അതേപറ്റി ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്നില്ല. അതിനുശേഷം സീത പറയുന്നു, ഇവിടെ താര, രുമ തുടങ്ങിയ വാനര സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കാണാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല, അവരെയും കൂടി അയോധ്യയിലേക്ക് കൂട്ടണം എന്ന് തന്റെ ഇഷ്ടം പ്രിയതമനെ അറിയിക്കുന്നു. അപ്പൊ സന്തോഷപൂർവം രാമൻ അതിൽ സമ്മതിക്കുകയാണ്. അങ്ങനെ കവിവരന്മാരെ വേഗം ചെന്ന് അവരെല്ലാം കൂട്ടിയിട്ട് വരാൻ പറയുകയാണ്. എല്ലാ കവിവരന്മാരും അവരവരുടെ മന്ദിരത്തിലേക്ക് ചെന്ന് ആ വാനര സ്ത്രീകളെല്ലാം കൂട്ടിയിട്ട് വരികയാണ്. അങ്ങനെ അവരെയും വിമാനത്തിലേക്ക് കയറ്റുകയാണ്. അതിൽ താര, രുമ പോലെയുള്ള വാനര സ്ത്രീകളൊക്കെ ഉണ്ട്. അവരെ കണ്ട് വളരെയധികം വിനയാന്വിതമായിട്ട് പരിചരിക്കുകയും അഭിസംബോധന ചെയ്യുകയും സംഭാഷണം നടത്തുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ വിവരണം തുടർന്നുകൊണ്ടേ പോവുകയാണ് നമ്മുടെ രാമൻ സീതയോട്. അതിന്റെ അടുത്ത് കാണുന്നതാണ് പഞ്ചവടി. ഈ പഞ്ചവടി വളരെ പ്രസിദ്ധമാണ്. അതിൽ നമുക്കിപ്പോൾ കൂടുതൽ ടച്ച് ചെയ്യേണ്ട ഒരു കാര്യം മാത്രം പറയാം. മറ്റുള്ള കാര്യം ഇവിടെ മനഃപൂർവ്വം പഞ്ചവടിയുടെ വിവരണം ശ്രീരാമൻ ചെയ്യുന്നില്ല. കാരണം അവിടെ വെച്ചാണ് സീത അപഹരണം നടന്നത്, മാരീചനെ നിഗ്രഹിച്ചത്. അപ്പോ ഈ കാര്യം അവിടെ ശ്രീരാമൻ ടച്ച് ചെയ്യുന്നില്ല, പറയുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവാം. ആ ഒഴിഞ്ഞുപോയ ആപത്തിനെ കുറിച്ചും ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് ശരിയല്ല. വീണ്ടും നമ്മൾ ഇപ്പോൾ സന്തോഷത്തിലിരിക്കുന്ന സമയമാണ്. വീണ്ടും ഒരു ദുഃഖത്തിലേക്കോ ആ നാശത്തിലേക്കോ വീണ്ടും മനസ്സിനെ ചെന്ന് എത്തിക്കേണ്ട എന്ന അർത്ഥത്തോടുമാണ് പഞ്ചവടിയുടെ വിവരണം അദ്ദേഹം നടത്താറ്. അടുത്ത അദ്ദേഹം പറയുന്നു, ഇതിനടുത്താണ് അഗസ്ത്യാശ്രമം. അതിന്റെ അടുത്താണ് സുധീഷ്ണാശ്രമം. ഈ ആശ്രമങ്ങളെ നിങ്ങൾ സീതയെ കണ്ട് വന്ദിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ ആശ്രമങ്ങളെ വന്ദിക്കുകയും അതിന്റെ ആ പ്രദേശത്തിൽ തന്നെയാണ് ഭരതൻ ശ്രീരാമനെ കാണാൻ വരുന്നത്. അതായത് വനവാസത്തിന് വേണ്ടി ശ്രീരാമനും മറ്റുമൊക്കെ പുറപ്പെട്ട് ഈ പഞ്ചവടിയിൽ എത്തിയ സമയത്താണ് ഭരതൻ എല്ലാ സന്നാഹത്തോടും കൂടി ശ്രീരാമനെ കാണാൻ വരുന്നതും ഇവിടുന്ന് തന്നെ അഭിഷേകമൊക്കെ നടത്തി ശ്രീരാമനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു. അങ്ങനെ ധർമ്മോപദേശങ്ങളെല്ലാം നൽകി ഭരതനെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചയക്കുന്ന ആ സമയം, ആ പ്രദേശം അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് അതിന്റെ അടുത്ത പ്രദേശമാണ് ഈ ഭരദ്വാജ ആശ്രമം എന്ന് പറയുന്നത്. ആശ്രമത്തില് ഭരദ്വാജ മുനി, ഈ ഭരദ്വാജ മുനി വളരെയധികം പ്രീതി പൂണ്ട ഒരു മഹർഷിയായിരുന്നു ശ്രീരാമൻ.
അദ്ദേഹത്തെ കണ്ടിട്ട് ക്ഷേമാന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ച് പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ആഗ്രഹമുണ്ടായ സമയത്ത് തന്നെ വിമാനം താഴേക്ക് പറന്നു. ആ വിമാനത്തിന് പ്രത്യേകതയുണ്ട്. ശ്രീരാമൻ എന്ത് ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ അതുപോലെ സംഭവിക്കും. ആ വിമാനം നേരെ താഴേക്ക് വരികയും അങ്ങനെ ഭരദ്വാജാശ്രമത്തിൽ കയറുകയും ആ മുനിയെ വന്ദിക്കുകയും ആ മുനിയും അഭിവാദ്യമൊക്കെ ചെയ്ത് അവർക്ക് വേണ്ട ഭോജനങ്ങളെല്ലാം നൽകി സ്വീകരിക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഹനുമാനോട് ശ്രീരാമൻ പറയുന്നു, നമ്മൾ ഏകദേശം അടുത്ത് എത്താറായി, നീ അല്പം നേരത്തെ തന്നെ പോയി ഭരതനെ കാണണം, ഭരതനോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. സന്തോഷപൂർവ്വം ഹനുമാൻ ഇതെല്ലാം ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചെന്നു. അദ്ദേഹത്തിന് പോകുന്നതിന് വാഹനമൊന്നും വേണ്ട, സമുദ്രം താണ്ടി കിടന്ന ആളല്ലേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഏൽപ്പിച്ച പണി പെട്ടെന്ന് തന്നെ ചെയ്തുകൊള്ളും, ഭംഗിയായി ചെയ്തുകൊള്ളും. അങ്ങനെ അദ്ദേഹം ചെല്ലുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഇതിന്റെ മറുവശം അപ്പുറത്താണ് ഗുഹൻ താമസിക്കുന്ന ശൃംഗവേരപുരം എന്ന സ്ഥലം. അവിടെയാണ് ഗുഹൻ താമസിക്കുന്നത്. ഇത് യമുനാ തീരത്തിന്റെ പോലെ ചിത്രകൂടമുണ്ട്, ചിത്രകൂട പർവ്വതം. അത് കഴിഞ്ഞാൽ പിന്നെ സരയൂ നദിയായി, പിന്നെ ഗംഗാ നദിയായി. ആ ഗംഗാ നദിയും കഴിഞ്ഞ് സരയൂ നദിയും കഴിഞ്ഞാൽ പിന്നെ അയോധ്യയായി. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നല്ലത്. ഇപ്പൊ ഇത്രയും വിവരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എവിടെ നിന്നാണ് ഇപ്പൊ തിരിച്ചത്? ലങ്കയിൽ നിന്ന്. ലങ്ക എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ തമിഴ്നാടിന്റെ തെക്കേ അറ്റത്തുള്ള ഭാഗം. തെക്കേ അറ്റത്തുള്ള തമിഴ്നാടിന്റെ ഭാഗമല്ല, തെക്കേ അറ്റത്ത് കിഴക്ക് ഭാഗത്തുള്ള ഒരു രാജ്യം. അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ. അവിടെ നിന്നാണ് ഇപ്പൊ തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? അവിടെ നിന്ന് തിരിച്ചു രാമേശ്വരത്ത് വന്നു. രാമേശ്വരത്തിൽ നിന്ന് പിന്നെ കിഷ്കിന്ധയിലേക്ക് പോയി. കിഷ്കിന്ധയിൽ നിന്ന് പഞ്ചവടി പോയി. പഞ്ചവടിയിൽ നിന്ന് ചിത്രകൂടം, അതിനുശേഷം പിന്നെ സുധീഷ്ണാശ്രമം, ഇങ്ങനെയൊക്കെ ചെന്ന് പിന്നെ ഗംഗാ നദി, സരയൂ നദി, യമുനാ നദി. അപ്പോൾ ഏകദേശം വടക്കേ ഇന്ത്യയിലേക്ക് എത്തി. ആ യാത്ര എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വടക്കേ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ സരയൂ നദി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്താണ് അയോധ്യ. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ അയോധ്യയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഇപ്പൊ ഇതിനു മുമ്പ് അതിന് മുമ്പായിട്ട് നമ്മുടെ ഹനുമാൻ ഭരതന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഭരതനെ കണ്ട് വന്ദിക്കുകയും കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഈ സീതാ അപഹരണം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറയുകയാണ്. അതിനുശേഷം അവരിതാ വരാൻ എത്താറായി എന്ന് പറയുന്നു. അതിന്റെ ഇടയ്ക്ക് തന്നെ ഭരതൻ ശത്രുഘ്നോട് പറയുന്നു, എല്ലാം നമുക്കിപ്പോൾ വളരെ തന്നെ സജ്ജീകരിക്കണം, അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യണം. ഇത് ഈ അയോധ്യ നഗരം മുഴുവൻ അലങ്കരിക്കണം. ഈ പാതകളൊക്കെ തൂത്ത് കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ എല്ലാ വൃദ്ധജനങ്ങളെയും ആനയിക്കണം. അതുപോലെ ദീപാലങ്കാരങ്ങൾ വേണം. ചെണ്ട വാദ്യമേളങ്ങളൊക്കെ വേണം. സാമന്ത രാജാക്കന്മാർ, ബ്രാഹ്മണര്, ക്ഷത്രിയര്, എല്ലാ ജനങ്ങളും വേണം. അന്തപുരത്തിലെ ജനങ്ങൾ എല്ലാവരും വേണം. എല്ലാവരും കൂടെ അദ്ദേഹത്തെ നമ്മൾ എതിരേറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒരുക്കുകയാണ് ശത്രുഘ്നൻ. അങ്ങനെ ഈ വിമാനം ഏകദേശം നന്ദിഗ്രാമത്തിൽ എത്തുകയാണ്. നന്ദിഗ്രാമത്തിൽ എത്തുകയും ഇവർ, അതായത് നമ്മുടെ ഭരതനും ശത്രുഘ്നനും, നേരത്തെ ഭരതൻ എന്താ ചെയ്തത്? ശ്രീരാമന്റെ പാദകങ്ങള് ഭക്തിയോടുകൂടി സിംഹാസനത്തിൽ വെച്ച് അതില് പുഷ്പാർച്ചനയൊക്കെ ചെയ്ത് അത് ശ്രീരാമനായി കണക്ക് കൂട്ടിയിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ആ പാദങ്ങൾ തലയിൽ വെച്ച് അങ്ങനെ ശ്രീരാമന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രീരാമനോട് തേരിൽ വിമാനത്തിൽ വന്ന് ഇറങ്ങുകയും തേരിലേക്ക് കയറുകയും ചെയ്യുന്നു. ഇദ്ദേഹം തേരിലേക്ക് കയറി ആ പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു. ഭരതൻ മാത്രമല്ല, ശത്രുഘ്നനും അത് തന്നെ ചെയ്യുന്നു.
ശ്രീരാമൻ ഭരതനെ ആശ്ലേഷം ചെയ്യുന്നു. കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രു പൊടിയുന്നു. ഇതുപോലെ തന്നെ ഈ ഭരതന്റെ മാതാക്കൾ എന്ന് തന്നെ പറയാം. കൗസല്യ, സുമിത്ര, കൈകേയി എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ചെന്നിട്ടുണ്ട്. എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. ശത്രുഘ്നനും ഭരതനും ശ്രീരാമന്റെ കാൽക്കൽ പ്രണാമം ചെയ്യുന്നുണ്ട്. അതുപോലെ ശ്രീരാമൻ കൗസല്യയെയും കൈകേയെയും സുമിത്രയെയൊക്കെ പ്രണാമം ചെയ്യുന്നു. അതിലൊരു പ്രത്യേകം പറയേണ്ട കാര്യം, കൈകേയിയെ പോലും പ്രണാമം ചെയ്യുകയാണ്. അതിന് ശ്രീരാമനെ 14 വർഷം വനവാസനയച്ച ആ കൈകേയിയുടെ ഒരു ഈർഷ്യയില്ല. സന്തോഷപൂർവം തന്റെ പെറ്റമ്മയെ പോലെ തന്നെ കരുതുകയാണ് കൈകേയി. അതുപോലെ ശത്രുഘ്നൻ ലക്ഷ്മണൻ മറ്റുള്ള അമ്മമാരെയും എല്ലാവരെയും പ്രണമിക്കുകയാണ്. ആ പ്രണാമം ഹൃദയസ്പർശി തന്നെയാണ്. മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ട് അതിന്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ 1-2 കാര്യങ്ങൾ പറയാണ്ട് അത് പിന്നീട് പറയാം. അങ്ങനെ അതെല്ലാം ശേഷം വീണ്ടും ഈ പാദകങ്ങൾ അദ്ദേഹത്തിന്റെ കാലിൽ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ഭരതൻ ചെയ്യുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ നേരെ ആനയിക്കുകയാണ്. അയോധ്യയിലേക്ക് ആനയിക്കുന്നു. അങ്ങനെ ആനയിക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. വസിഷ്ഠനുണ്ട്. വസിഷ്ഠൻ കുലഗുരുവാണ്. മറ്റ് ഗുരുക്കന്മാരുണ്ട്. കൊട്ടാരത്തിലെ എല്ലാ പ്രധാനികളും ഉണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അഭിഷേകം ചെയ്യാണ്. രാജ്യാഭിഷേകം. രാജ്യാഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി അതിനുവേണ്ട കോപ്പുകളൊക്കെ ഉണ്ടാക്കണം. ഭരതൻ സുഗ്രീവനോടും ഹനുമാനോടും പറയാണ്, 4 കടലുകളിലെ 4 സമുദ്രങ്ങളിലെ ജലം സമാഹരിച്ചു കൊണ്ടുവരണം. അതുപോലെ പുഷ്പകം എന്ന് പറഞ്ഞ തീർത്ഥത്തിലെ ജലം, പുണ്യക്ഷേത്രങ്ങളിലെ പുണ്യ നദികളിലെ ജലം, ഇവയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വരണം. അങ്ങനെ ഇവയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വരികയാണ്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നു, ചുരുക്കി പറയാം. അങ്ങനെ എല്ലാ സാമഗ്രികളും സ്വരൂപിച്ചുകൊണ്ട് ശ്രീരാമന് വീണ്ടും അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേകം ചെയ്യുന്നത് നമ്മുടെ ഗുരുവായ വസിഷ്ഠനും അതുപോലെ വാൽമീകി മഹർഷി പോലും ഉണ്ട് അവരുടെ കൂടെ. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ സന്തോഷപൂർവം ആ കർമ്മം നടത്തുകയാണ്. ആ കർമ്മം നടത്തിയതിന് ശേഷം പിന്നെ ഈ സുഗ്രീവാദികളെല്ലാം തിരിച്ചയക്കണം. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അയക്കുകയാണ്. പൊന്ന്, അതുപോലെയുള്ള വസ്ത്രങ്ങൾ, രത്നാഭരണങ്ങൾ, സ്വർണങ്ങൾ, വസ്ത്രങ്ങൾ ഇതെല്ലാം നൽകി അനുഗ്രഹിക്കുകയാണ്. സുഗ്രീവന് വിലപ്പെട്ട ഒരു ഹാരം തന്നെ അണിയിക്കുകയാണ്. അതുകൂടാതെ വളരെ വിശേഷപ്പെട്ട ഒരു രത്നാഭരണം ശ്രീരാമൻ സീതയെ അണിയിക്കുകയാണ്. സീത തന്റെ കഴുത്തിൽ നിന്ന് ഊരിയിട്ട് ഒന്ന് ശ്രീരാമനെ നോക്കുന്നു, അപ്പോൾ തന്നെ ഹനുമാനെയും നോക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. എന്താണ് സീതയുടെ ഇംഗിതം എന്ന് രാമൻ മനസ്സിലാക്കുകയും അത് ഹനുമാനെ ചാർത്താൻ വേണ്ടിയല്ലേ, ചാർത്തിക്കോളൂ. ഇത് കേട്ടപാടെ സീതാദേവി ആ മാല്യം, ആ ഹാരം ഹനുമാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഹനുമാൻ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹനുമാന് വലിയൊരു പങ്കുണ്ട്. തന്നെ ആദ്യമായിട്ട് കണ്ടതും വിരഹാഗ്നിയിൽ നീറുന്ന തനിക്ക് ഒരു ആശ്വാസം നൽകിയതൊക്കെ ഈ ഹനുമാനാണ്. തന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, എന്റെ ജീവിതത്തിന് വീണ്ടും പൂക്കാലം ഉണ്ടാകാൻ പോവുകയാണെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നൽകിയത് ഈ ഹനുമാനാണ്. ഈ വിജയത്തിന് പിന്നിലൊക്കെ ഹനുമാൻ എന്നുള്ള ഒരു പ്രത്യേക സ്നേഹം സീതയ്ക്ക് ഹനുമാനോടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രവൃത്തി. അതിനുശേഷം ഇവരെ അയക്കുകയാണ് ഓരോരുത്തരെയും.
വേണ്ടപ്പെട്ട സമ്മാനങ്ങളൊക്കെ നൽകി അയക്കുകയാണ്. അങ്ങനെ നൽകി അയക്കുന്ന സമയത്ത് നമ്മുടെ ഹനുമാനോട് അദ്ദേഹം ചോദിക്കുന്നു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് വേണ്ട വരം വേറൊന്നുമല്ല, അങ്ങയുടെ നാമം ഉള്ളിടത്തോളം കാലം എനിക്ക് ഭൂമിയിൽ ജീവിക്കണം. അങ്ങയുടെ നാമം, രാമനാമം എപ്പോൾ ഭൂമിയിൽ ജ്വലിക്കുന്നുവോ ആ കാലം അത്രയും എനിക്ക് ഭൂമിയിൽ ജീവിക്കണം. അതിനുള്ള അനുഗ്രഹം മാത്രം തന്നാൽ മതി. ഹനുമാന് വേണമെങ്കിൽ ഒരു രാജ്യം ആവശ്യപ്പെടാം, കൊട്ടാരം ആവശ്യപ്പെടാം, ധനധാന്യങ്ങളെല്ലാം ആവശ്യപ്പെടാം. ഇതൊന്നും ആവശ്യപ്പെട്ടില്ല. വെറും ഭക്തി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്, അപാരമായ ഭക്തി. ഒരിക്കൽ ശ്രീരാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യാഗങ്ങൾ ചെയ്യുന്നതോ പൂജകൾ ചെയ്യുന്നതോ മറ്റു വലിയ ഘോഷങ്ങളൊക്കെ നടത്തി ആർഭാടം നടത്തി ചെയ്യുന്നതോ ഒന്നുമല്ല എനിക്ക്. എന്നിൽ അർപ്പിതമായ അപാരമായ ഭക്തി, അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് മറ്റൊരു ഭാഗത്തിൽ രാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹനുമാന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തെ വളരെ സ്പർശിക്കുകയും അങ്ങനെ തന്നെ ആവട്ടെ, നീ ചിരഞ്ജീവിയായിട്ട് ജീവിക്കട്ടെ എന്ന് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ അവരെല്ലാവരും സുഗ്രീവനെയും പറഞ്ഞയക്കുന്നു. അതുപോലെ ഹനുമാനെയും കവിവരന്മാർ എല്ലാവർക്കും സമ്മാനങ്ങളും വസ്ത്രങ്ങളൊക്കെ നൽകി അയക്കുകയാണ്. വിഭീഷണന് പ്രത്യേക അനുഗ്രഹം കൊടുക്കുകയാണ്. ലങ്കയിൽ ചെന്ന് രാജ്യഭരണം ഭംഗിയായി നടത്തുക, ജനങ്ങൾക്കെല്ലാം ക്ഷേമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അയക്കുകയാണ്. അതിനുശേഷം രാമൻ ഈ അയോധ്യ രാജ്യം ഭരിക്കുകയാണ്. ഭരിക്കുന്ന സമയത്ത് വളരെയധികം സമാധാനവും സന്തോഷം നിലനിന്നിരുന്നു. പണ്ട് മഹാബലി ഭരിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? മാവേലി നാടുവാണ് ഈടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ വിധവകളില്ല, ദുഃഖങ്ങളില്ല, എപ്പോഴും എവിടെയും സന്തോഷം മാത്രമേ ഉള്ളൂ. കള്ളന്മാരില്ല, വർഷം പോലും ശരിയായിട്ട് പെയ്യും, അതുപോലെ വരൾച്ചയില്ല, സസ്യലതാദികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. എവിടെയും സമാധാനവും സന്തോഷം. പ്രജകൾക്ക് എപ്പോഴും ക്ഷേമമാണ്. അതാണ് പ്രജാക്ഷേമ തൽപരനായ രാജാവ്, ഒരു ഉത്തമ പുരുഷൻ. അപ്പൊ രാമന് പല വിശേഷണങ്ങളുണ്ട്. അതിലെ ഒരു വിശേഷണമാണ് പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവ്. എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ട്, എല്ലാവരെയും ഒരുപോലെ കണ്ട്, എല്ലാവരെയും ക്ഷേമം നോക്കിയ പ്രജാക്ഷേമ തൽപരനായ രാജാവ്. ശ്രീരാമൻ ജനക മഹാരാജ് മിഥിലാപുരിയിൽ ചെന്നിട്ട് ത്രയംബകം എന്ന വില്ലൊടിച്ചു സീതയെ വേട്ടു. നമുക്കിതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ പെണ്ണ് കിട്ടണമെങ്കിൽ നേഞ്ഞലോ നോകൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ നേഞ്ഞലോ നോകം ഉണ്ടാക്കാൻ കഴിവുള്ളവർ മാത്രമേ പെണ്ണ് കൊടുക്കുകയുള്ളൂ. ആ ഒരു സാമ്യം നമ്മുടെ സമുദായത്തിലുണ്ട്. ഇവിടെ വില്ലൊടിച്ചതിന് ശേഷമാണ്, വില്ലൊടിച്ച ആ മഹാൻ മാത്രമേ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുള്ളൂ എന്നാണ് ജനകൻ പറഞ്ഞത്. ആ ഒരു സാമ്യമുണ്ട്. പിന്നെ ഈ രാമായണ കഥയിൽ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്, എപ്പോഴും ഭോജ്യങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കുന്നത്. എവിടെ പോയാലും ശരി, മഹർഷിമാരുടെ എടുത്താലും ശരി, മറ്റെവിടെ പോയാലും നമ്മൾ കാണുന്നു ആദ്യമായിട്ട് അവരെ സ്വീകരിച്ചിരുത്തുകയും ഭോജ്യങ്ങളൊക്കെ നൽകുകയാണ്. നമുക്കും അങ്ങനെ സമ്പ്രദായം ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ വരുന്ന ആരെയും നമ്മൾ വെറുതെ വിടില്ല. ആദ്യം നമ്മൾ ചോദിക്കും കാപ്പി കുടിച്ചിട്ട് പോകാം. അത് എത്രത്തോളം ആ രാമായണത്തിൽ നമ്മൾ കടമെടുത്തതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സ്വഭാവം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്ന്. അപ്പോൾ പിന്നെ മറ്റൊന്ന്, ഞാൻ ഓർമ്മിച്ച് വെച്ചിരുന്നായിരുന്നു. ശരി, പിന്നെ ഒരിക്കൽ പറയാമെന്ന് കഴിയുന്നു. പിന്നെ അദ്ദേഹം ശ്രീരാമന്റെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു മനുഷ്യനെ പോലെയാണ് ജീവിച്ചിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ദേവനാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ഈ ലോകത്തിന്റെ നാഥനാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു. എന്തിനാണ് മനുഷ്യനായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ, മറ്റു 9 അവതാരങ്ങളുണ്ട്. അതിൽ പല അവതാരങ്ങളും
ജനിച്ച് അവരുടെ അവതാര ഉദ്ദേശം നടപ്പിലാക്കി പെട്ടെന്ന് തന്നെ മൺമറഞ്ഞതാണ്. എന്നാൽ ഇവിടെ രാവണനെ അങ്ങനെ ഒരു അവതാരം സ്വീകരിച്ചുകൊണ്ട് രാവണനെ വേഗം നശിപ്പിച്ചിട്ട് അങ്ങോട്ട് ലയിക്കാവുന്നേ ഉള്ളൂ, വൈകുണ്ഠത്തിലേക്ക് പോകാവുന്നേ ഉള്ളൂ. പക്ഷേ അത് അദ്ദേഹം ചെയ്തില്ല. ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ചു. എന്തിനാണ് മനുഷ്യനായിട്ട് ജനിച്ചത്? ഈ ലോകത്തില് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക, ധർമാധർമ്മങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യനെ മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിപ്പിക്കുക, ഒരു മാതൃകയാക്കുക, മാതൃക പുരുഷനാക്കുക എന്ന ഒരു തത്വം മനുഷ്യന് നൽകുന്നതിന് വേണ്ടിയാണ് രാമൻ ഇവിടെ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചത്. ഒരു പുരുഷ ജന്മം മുഴുവൻ വിനിയോഗിച്ചത്. അത് നമ്മൾ മറന്നുകൂടാ. ഒരൊറ്റ ഉദാഹരണം മതി. അതായത് സേതുബന്ധന സമയത്ത് അദ്ദേഹം വരുണനെ പ്രാർത്ഥിക്കുകയാണ്. 3 ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അതായത് സേതുബന്ധനം നടത്തുന്നതിന് വേണ്ടി, വരുണൻ കരിയുന്നതിന് വേണ്ടി. മഹാവിഷ്ണുവായ ഈ ലോകത്തിന്റെ നാഥനെ അദ്ദേഹം ഒരു മനുഷ്യനായിട്ട് ഈ വരുണനെ 3 ദിവസം ഉപാസിക്കുകയാണ്. ഒരൊറ്റ നിമിഷം മതി അദ്ദേഹത്തിന് ഇതെല്ലാം ഇല്ലാതാക്കാൻ. എന്നിട്ടും മനുഷ്യനായി കരുതിയിട്ട് വേറൊന്നും ആലോചിക്കാതെ മനുഷ്യനായിട്ട് വേണ്ട പ്രവൃത്തികളെല്ലാം ചെയ്യുകയാണ്, ഉപാസിക്കുകയാണ്. എന്നിട്ടും വരുണൻ കാണാതിരിക്കുന്ന സമയത്ത് വില്ലെടുത്ത് കുലച്ച് പിന്നെ ലക്ഷ്യമൊക്കെ ചോദിക്കുകയാണ്, നശിപ്പിച്ച് കളയാൻ പോവുകയാണ്. ആ സമയത്തിലാണ് വരുണൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ലോകത്തിന് മനുഷ്യനായി ജീവിച്ച് നന്മകൾ കാണിച്ചു കൊടുത്ത, ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത, ഭക്തി എന്താണെന്ന് പറഞ്ഞു കൊടുത്ത, ലോകത്തെ നന്മയിലേക്ക് നയിച്ച ആ ശ്രീരാമന്റെ കഥയാണ് രാമായണം. ഈ രാമായണ കഥ ശ്രവിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ പുണ്യമാണ്. ഈ കർക്കിടക മാസത്തിൽ അത് വായിക്കുന്നത്, അതും വെറുതെ വായിച്ചാൽ പോരാ, ഭക്തിയോടെ വായിക്കുന്നത് വളരെ പുണ്യമാണ്. അത് എല്ലാവരും കൈക്കൊള്ളണമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഈ സംഘാടകർക്കും തമിഴ്നാട് സമിതിക്കും നമ്മുടെ എല്ലാ സമുദായങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ. നമസ്കാരം. നമ്മുടെ രാമായണ പാരായണം ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള തമിഴ്നാട് സമിതിയുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹ നമസ്കാരം. നമുക്കിവിടെ സമയക്കുറവ് കാരണമായാൽ കൂടുതൽ കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കടമയിലേക്കും എൻ്റെ കർത്തവ്യത്തിലേക്കും ഞാൻ കടക്കുകയാണ്. ആമുഖം പറഞ്ഞിട്ടുള്ള തമിഴ്നാട് സമിതിയുടെ പ്രസിഡന്റ് വേണുഗോപാലൻ അവർക്കും മറ്റുള്ള ഭാരവാഹികൾക്കും എല്ലാവർക്കും വണ്ണാത്തിൽ സമിതിയുടെ പേരിൽ ആദ്യമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ രാമായണ പാരായണത്തിന് നല്ല സന്ദേശം നൽകി നമുക്ക് കാഴ്ചവെച്ച ബഹുമാന്യായ പ്രഭാകരൻ മാസ്റ്റർ അവർക്ക് നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അതുകൂടാതെ നമുക്ക് ശ്ലോകം ചൊല്ലാനിരിക്കുന്ന സുനിത ജയസൻ അവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ വനിതാ വേദിയുടെ അംഗങ്ങൾക്കും വണ്ണാത്തേൽ സമിതി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ രാമായണ പാരായണത്തിന് മണ്ണാത്തിൽ സമിതിയുടെ പാരായണം ചൊല്ലിയ ദേവകി കർക്കപ്പുര, കമല കർക്കപ്പുര അവർക്ക് ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അടുത്ത വർഷം കൂടുതൽ ഭംഗിയോടെ തന്നെ നടത്തുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൂർവം രാമം തപോവനാദിഗമനം ഹത്യാമൃഗകാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദഹനം
ശ്രവണ കുംഭകർണ ഖനനം ഏകദീ രാമായണം.